പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് വിവാഹ തടസ്സങ്ങൾ, നമ്മൾ ഉടമ്പടിയിൽ വെക്കുന്ന എല്ലാ കാര്യങ്ങളും 35 വയസ്സിന് മേലുള്ളവരുടെ വിവാഹം, മക്കളില്ലാതെ 4 വർഷത്തിന് ആയിട്ടും വിവാഹം കഴിഞ്ഞ് 4 വർഷങ്ങളായിട്ടും മക്കളില്ലാത്തവരുടെ കുഞ്ഞുങ്ങളെ കിട്ടുന്നതിന് വേണ്ടി, ഭവനരഹിതർ, വീടില്ലാത്തവർ, സ്ഥലമില്ലാത്തവർ എല്ലാവരും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ സ്തുതിയുടെ ഹല്ലേലൂയ. നല്ലവനായിശോ, വിവാഹ തടസ്സമുള്ളവർ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, വീടില്ലാത്തവരെ കർത്താവേ, ഭവനമില്ലാത്തവരെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈശോ അവരെ സ്പർശിക്കുന്ന കർത്താവേ, വിവാഹ ദോഷം തടസ്സമുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ, മക്കൾ ഇല്ലാത്തവരെ സ്പർശിക്കണമേ, സാക്ഷ്യപ്പെടാൻ സഹായിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയുമുണ്ട്. പരീക്ഷകളിലെ വളരെ വീക്കായിട്ടുള്ളവരെ, പ്രത്യേകിച്ച് ഉടമ്പടിയുടെ സാക്ഷ്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നൊരു വിഷയം, ഈ ഉടമ്പടി പലരും നൈപുണ്യ പരീക്ഷകൾ, അതുപോലെ തന്നെ യോഗ്യത പരീക്ഷകളൊക്കെ എഴുതിയവർ അവരുടെ കഴിവിൻ്റെ അപ്പുറത്താണ് എക്സാമിനേഷൻ്റെ ചാലഞ്ച് വരുന്നത്. അതുകൊണ്ട് 100% തോക്കുമെന്ന് വിചാരിച്ച വിഷയങ്ങൾക്കാണ് അമ്മയുടെ കാരുണ്യത്താൽ അവരെ സന്ധിച്ചിരിക്കുന്നത്. ഇപ്പോൾ വിശ്വാസം വലിയ സന്ധിപ്പ് ലഭിക്കും. അതുകൊണ്ട് എന്ത് തരം പരീക്ഷയായാലും ശരി, ഇപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അക്കാഡമിക് പരീക്ഷയാകാം, ബോർഡ് എക്സാം ആകാം, IELTS പോലെയുള്ള നൈപുണ്യ പരീക്ഷയാകാം, ഇൻ്റർവ്യൂ പോലുള്ള യോഗ്യതാ പരീക്ഷയാകാം. എല്ലാ പരീക്ഷകളും കഴിഞ്ഞവർ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, പരീക്ഷ എഴുതാൻ പോകുന്നവർ, റീവാലുവേഷന് വേണ്ടി കൊടുത്തിട്ടുള്ള ആൾക്കാർ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, ഇൻ്റർവ്യൂ ടെസ്റ്റൊക്കെ ഉള്ളവർ, സ്തുതിയുടെ ഹല്ലേലൂയ. നമ്മൾ സാധ്യമില്ലാത്തവന് ഈശോ എല്ലാ പരീക്ഷക്കാരെയും സമയത്ത് പ്രാർത്ഥിക്കുന്ന, എല്ലാ പരീക്ഷക്കാരെയും സമയത്ത് പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ ശക്തിയിലേക്ക് ആവശ്യിക്കട്ടെ. കർത്താവിനെ നിന്ന് മഹത്വപ്പെടുത്തിക്കൊണ്ട് സാക്ഷ്യം പറയാൻ സഹായിക്കട്ടെ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് മനസ്സിൽ ഈശോനോട് പ്രാർത്ഥിച്ച വിഷയങ്ങളുണ്ട്. അച്ഛൻ ഈ വിഷയം കൂടി പ്രാർത്ഥിക്കണേ കർത്താവേ എന്ന് മനസ്സിൽ പറഞ്ഞ വിഷയങ്ങളുണ്ട്. ഇവിടെ പ്രാർത്ഥന ഇതുവരെ ഏറ്റുപറയാത്ത വിഷയങ്ങളുണ്ട്. ഇപ്പോൾ ഇന്നൊരു സാക്ഷ്യം നമ്മൾ കേട്ടില്ലേ, അത് അച്ഛനത് അപൂർവ സാക്ഷ്യമായിട്ടാണ് എടുക്കുന്നത്. പ്രത്യേകിച്ച് ഹൈപ്പർ ആക്ടിവിറ്റി, ഡൗൺ സിൻഡ്രോം, അതുപോലെയുള്ള അസുഖങ്ങളില്ലേ, അതായത് അങ്ങനെയുള്ള രോഗങ്ങൾ, അത് എപ്പിലെപ്സിയുടെ തന്നെ വേറെ ചില ന്യൂറോട്ടിക് ട്രബിൾസാണ്. അതൊക്കെ മരുന്നിനൊക്കെ ഒരു പരിധിയുണ്ട്. മരുന്ന് എത്ര കാലം കഴിച്ചാലും ഇങ്ങനെ മയങ്ങി നടക്കുമെന്നല്ലാതെ പൂർണ്ണമായി ഇതൊന്നും വിട്ടുമാറുന്നില്ല. ഇങ്ങനെയുള്ള ജനിതകമായ ന്യൂറോട്ടിക് ട്രബിൾസ്, അതിന് മേലെല്ലാം കർത്താവിൻ്റെ ശക്തി സൗഖ്യം പ്രാപിക്കാൻ വേണ്ടി സ്തുതിയുടെ ഹല്ലേലൂയ. കർത്താവേ, ഹൈപ്പർ ആക്ടിവിറ്റിയെ, അപസ്മാ രോഗത്തെ, പ്രഷർ രോഗങ്ങൾ, ഷുഗർ രോഗങ്ങൾ കർത്താവെ സ്പർശിക്കണമേ ഈശോ. ചൊറി, ചിരങ്ങ് കർത്താവെ കഴുകണമേ കർത്താവെ. ത്വക്ക് രോഗങ്ങളെ കഴുകണമേ കർത്താവെ. ഈശോ പലതരത്തിലുള്ള ബ്ലോക്കുകളെ കഴുകണമേ കർത്താവെ. ഈശോ ഓർമ്മക്കുറവുകൾ, ഉറക്കമില്ലായ്മ, വാത രോഗങ്ങൾ, വേരിക്കോസിൻ്റെ അസുഖങ്ങൾ,
പിസ്തുല രോഗങ്ങൾ, PCOD രോഗങ്ങൾ, അർസസ് രോഗങ്ങൾ, കർത്താവ് സിസ്റ്റുകൾ, പലതരത്തിലുള്ള മുഴകൾ, പലതരത്തിലുള്ള ഞരമ്പുകൾ, പലതരത്തിലുള്ള പ്രവർത്തിക്കാത്ത അവസ്ഥകൾ, മസ്തിഷ്ക രോഗങ്ങൾ, മനോരോഗങ്ങൾ, യേശു ക്രിസ്തു ഉന്നതമായ നാമത്തിൽ കർത്താവിൻ്റെ വിശുദ്ധ രക്തം തളിക്കപ്പെടട്ടെ. മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഈശോയുടെ നാമത്തിൽ മാരക രോഗങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. വലിയ രോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ കർത്താവ് സൗഖ്യം പ്രാപിക്കട്ടെ. തിരുക്കരത്താൽ താങ്ങിയെന്നെ തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങിയെന്നെ തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം, യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. പ്രൈസ് ദി ലോർഡ്. ആന്ധ്രയിലേക്ക് പോകുന്നവർ, അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നവരും ഇംഗ്ലീഷ് പത്രമാണ് വാങ്ങിക്കേണ്ടത്. പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു കാരണവശാലും പത്രം എവിടെയെങ്കിലും കൊണ്ടുപോയി പള്ളിയിൽ കൂട്ടിയിടരുത്. അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും. നിങ്ങളുടെ കാര്യം നടക്കത്തുമില്ല. കാര്യം എന്താ? നിങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനം അലംഭാവത്തോടെ ചെയ്തിരിക്കുന്നത് കൊണ്ടാണ്. ദൈവത്തോട് വിശ്വസ്ത കാണിച്ചില്ല. അതുകൊണ്ട് ബൈ പേഴ്സൺ ഇല്ലെങ്കിൽ പ്രധാനപ്പെട്ട തീവണ്ടിശാലകളിൽ, തീവണ്ടി സ്റ്റാൻഡുകളിൽ വന്നിട്ട് ഓരോ ജില്ലകളിലേക്കും പോകുന്ന വണ്ടികൾ വിതരണം ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോൾ ഇവിടെ സാക്ഷ്യം പറഞ്ഞ ആൾക്കാർ ചെയ്തതുപോലെ ദൈവം ഇതെല്ലാം കൃത്യമായി ശ്രദ്ധിക്കണുണ്ട്. അതുകൊണ്ടാണല്ലോ അത്രയും വലിയ സാക്ഷ്യം അവർക്ക് പറയാൻ പറ്റണത്. അതുകൊണ്ട് നിങ്ങൾ ആരെയും ഏൽപ്പിക്കാതെ നിങ്ങൾ തന്നെ പ്രാർത്ഥിച്ച് കൊടുക്കണം. ചുമ്മാ കൊടുത്ത് ക്രിയ പോക്കരുത്. ഇത് ഉടമ്പടി ചെയ്തല്ല, ഇനി കൊടുക്കാതെ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് തലയും ചുരകി പണ്ടാരമടങ്ങാൻ ഒപ്പിച്ചു കൂട്ടി ഉണ്ടാക്കരുത്. അങ്ങനെ വന്ന പണി 8ൻ്റെ തിരിച്ച് കിട്ടും. കാര്യം നിങ്ങൾ കാണിക്കുന്ന ദൈവത്തോട് കാണിക്കുന്ന അവിശ്വസ്തതയാണ്. പിന്നോട് നിങ്ങളോട് ആരോടും ഉടമ്പടി ചെയ്യാൻ ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. ഉടമ്പടി ചെയ്യുന്നവർ ഉടമ്പടിയാണ് ചെയ്യണമെന്നുള്ള ബോധ്യം ഉണ്ടാകണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് ചെയ്ത ആൾക്കാരെ കൃത്യമായിട്ടത് ബൈ പേഴ്സൺ കൊടുക്കാൻ നോക്കണം, പ്രാർത്ഥിച്ച് വ്യക്തികൾക്ക്. അങ്ങനെ വരുമ്പോൾ ദൈവം ആരാണ്, ആരോടാണ് ഉടമ്പടി ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ദൈവം നിങ്ങളെ വിട്ടു പിരിയത്തില്ല. ഉടമ്പടി ദൈവത്തിൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്തുന്ന കൂടെ സാന്നിധ്യം, ചുമ്മാ സാന്നിധ്യമല്ല, നിങ്ങളുടെ ജീവിത വിഷയങ്ങളെ ഇടപെടുന്ന സാന്നിധ്യമാണ്. അതല്ല സാക്ഷ്യത്തിൽ കിട്ടുന്നത്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ വഴി 10 മനുഷ്യർ ഒരു ദിവസം ഈശോനെ അറിയണം. കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുക, അറിഞ്ഞവരെ ആഴപ്പെടുത്താനാണ് നമ്മൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണത്. അതുകൊണ്ട് ഞങ്ങൾ 3 സാക്ഷ്യം വീതം ഒരു ദിവസം നിങ്ങളുടെ യൂട്യൂബിൽ ഇട്ട് തരും. അപ്പം തന്നെ നിങ്ങളത് ഷെയർ ചെയ്യണം. നിങ്ങൾ കണ്ടാൽ മാത്രം പോരാ, നിങ്ങളെ പ്രാർത്ഥിച്ച് ഷെയർ ചെയ്യണം. എന്തിനാണ്? ദൈവം ജീവിക്കുന്നു. നിൻ്റെ വേദനയുടെ കാലം തീരാറായി. ദൈവം നിന്നെ സന്ധിക്കും. അത് നീ വഴി കർത്താവിനോട് പറയാം, കർത്താവേ, ഞാൻ ഈ യൂട്യൂബിൽ ഷെയർ ചെയ്തത് വായിക്കുന്നവർ വിശ്വാസത്തിലേക്ക് വരണേ. കാര്യം അവിശ്വാസികളും സാത്താൻ വർഷിപ്പുകാർ വരെ പിശാസിൻ്റെ ജോലികൾ ജാഗ്രതയോടെ ചെയ്യുമ്പോൾ ദൈവ മക്കൾക്ക് ഉറങ്ങാൻ അനുവാദമില്ല. അവിശ്വാസികളും സത്താൻ വർഷിപ്പുകാരും പിശാസിൻ്റെ ജോലികൾ ജാഗ്രതയോടെ ചെയ്യുമ്പോൾ ദൈവ പൈതൽ ഉറങ്ങിയാൽ അത് കുറ്റകരമായ ഉറക്കമായിരിക്കും. അതായത് നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനം കർത്താവിൻ്റെ വിശുദ്ധ രക്തത്താൽ നേടിയെടുത്ത ജനങ്ങളുടെ ആത്മാക്കളുടെ മേലുള്ള ജാഗ്രതയാണ്. ഈ ജാഗ്രത കയ്യിൽ വിളക്കേന്ത കന്യകമാരെപ്പോലെ മണവാളം വരുന്നതുവരെ നമ്മൾ കെടാതെ സൂക്ഷിക്കും. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Lord Jesus Christ, Lord Jesus Christ, Father of Jesus, let the fire finger soak with the precious
Lord, increase His people. And with the authority of the Catholic Church, the power of Jesus Christ, with the merit of the Holy Priesthood, I bless and hallow these relics. Those used to have grace and peace and power. സമാപന ആശീർവാദമാണ്. പത്രം വാങ്ങിക്കുന്നവർ ഓർക്കുക, മാർച്ച് മാസത്തിലെ കൂപ്പൺ കയ്യിലുണ്ടോ എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. അല്ലെങ്കിൽ ഉടമ്പടി പുതുക്കാൻ പറ്റത്തില്ല. മാർച്ച് മാസത്തിൻ്റെ കൂപ്പൺ കയ്യിലില്ലെങ്കിൽ കൊടുത്ത് പത്രം വാങ്ങി കൂപ്പൺ കരസ്ഥമാക്കി സൂക്ഷിക്കണം. എന്നിട്ട് നോക്കണം മാർച്ച് മാസത്തിലാണോ എന്നൊക്കെ നോക്കണം. ധൃതിക്ക് ചിലപ്പോൾ ഏപ്രിൽ മാസമൊക്കെ അടിച്ചു തരും. സമാപനാശീർവാദമാണ്. നേരത്തെ ബസ് ഉയർത്തിപ്പിടിക്കുക. അതിനുശേഷം 2 വാതിലുകൾ ഇവിടെയുണ്ട്, 2 ഗേറ്റുകളുണ്ട്. ആ ഗേറ്റ് വഴി മാത്രമാണ് പുറത്തേക്ക് പോകേണ്ടത്. ആരും ഫ്രണ്ടിലോട്ട് പോകരുത്, അവിടെ ബ്ലോക്കാണ്. സ്തുതിയുടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശു അനുഗ്രഹം ചെയ്യുന്ന നിമിഷങ്ങളാണ്. കൈകൾ ഉയർത്തി ഹൃദയം തുറന്ന് അദ്ദേഹം യേശുവേ എന്ന് വിളിച്ച് യേശുവേ, യേശുവേ, യേശുവേ. യേശുവേ, യേശുവേ, നന്ദി പറയുന്നു കർത്താവേ, സ്തോത്രം കർത്താവേ, സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ, 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 പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമുണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമുണ്ടായിരിക്കട്ടെ. നമ്മളെ അനുഗ്രഹിച്ച പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമുണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ജോമൽ ജോയി. ഞാൻ കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് വരുന്നു. ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കിയത് കഴിഞ്ഞ മാസമായിരുന്നു. ഞാൻ ഇപ്പോൾ നിലവിൽ ഞാൻ കാസർഗോഡ് ജില്ലയിലെ ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊളിറ്റിക്കൽ സയൻസ് അധ്യാപകനായിട്ട് വർക്ക് ചെയ്യുകയാണ്. എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഹയർ സെക്കൻഡറി പഠിപ്പിക്കണമെങ്കിൽ, ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളിൽ ഹയർ സെക്കൻഡറി പഠിപ്പിക്കണമെങ്കിൽ സെറ്റ് എന്ന് പറയുന്ന ഒരു യോഗ്യത പാസ്സാകേണ്ടത് ആവശ്യകതയാണ്. ഞാൻ എൻ്റെ PGയുടെ 2ാം വർഷം തൊട്ട് നമുക്ക് സെറ്റ് എഴുതാം. പക്ഷേ ഞാൻ 1ാം വർഷം തന്നെ വെറുതെ പോയിട്ട് എഴുതി. 2 പേപ്പറുണ്ട്, വെറുതെ പോയിട്ട് എഴുതിയതാണ്. ഒരെണ്ണം പാസ്സായി, ഒരെണ്ണം കിട്ടിയില്ല. അങ്ങനെ 2ാം വർഷം എഴുതാൻ വേണ്ടി അവസരം വന്നു. ഞാൻ എഴുതി. എനിക്ക് ആദ്യത്തെ വട്ടത്തെക്കാളും എനിക്ക് തീരെ മാർക്ക് കുറഞ്ഞു. 2 വിഷയവും ഞാൻ പാസ്സായില്ല. അങ്ങനെ ഇരിക്കെ എനിക്കൊരു ഹൈസ്കൂളിൽ എനിക്കൊരു UP സ്കൂളിൻ്റെ ഇൻ്റർവ്യൂവിന് ഞാൻ പോയി. UP സ്കൂളിൽ അവിടെ എനിക്ക് ജോലി കിട്ടിയില്ല. മറിച്ച് അവരെന്നെ വിളിച്ചു പറഞ്ഞു, ഹൈസ്കൂളിലേക്ക് വരുന്നുണ്ടോ ചോദിച്ചു. അങ്ങനെ ഞാൻ ഹൈസ്കൂളിലേക്ക് ഒരു സ്കൂളിൽ പഠിപ്പിക്കാൻ വേണ്ടി പോയി. അതിൻ്റെ ഇടയ്ക്ക് തന്നെ എൻ്റെ വീട്ടുകാർക്ക് ആർക്കും തന്നെ അവിടെ അങ്ങ് ദൂരെയായിരുന്നു. ആ സ്കൂളിൽ പഠിപ്പിക്കാൻ വലിയ പോകുന്നതിൽ എതിർപ്പായിരുന്നു. എനിക്ക് സിസ്റ്റർമാരൊക്കെ എങ്ങനെയെങ്കിലും അവന് വേറെ എവിടെയെങ്കിലും ചാടണേ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു. ഓക്കെ, അങ്ങനെ ഇരിക്കെ ഒരു അത്ഭുതം എന്ന് പറയട്ടെ, എൻ്റെ തൊട്ടടുത്തുള്ള ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് എനിക്ക് പെട്ടെന്നൊരു വിളി വരുന്നു, ജോമലെ താൽക്കാലികമായിട്ട് വരുന്നോ ചോദിച്ചു. ഞാൻ ഒന്നും നോക്കിയില്ല, അവിടെ ചെന്നു. ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ അടുത്ത എക്സാം സെറ്റ് രജിസ്റ്റർ ചെയ്യേണ്ട സമയമായി. സെറ്റ് എക്സാം രജിസ്റ്റർ ചെയ്തു. പഴയതുപോലെ തന്നെ ഒന്നും പഠിച്ചിട്ടില്ല. പരീക്ഷയ്ക്ക് ഇനി 2 ആഴ്ച മാത്രമേ ബാക്കിയുള്ളൂ. ഹയർ സെക്കൻഡറി സ്കൂളിൽ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുവാണ്. അന്നേരം അവിടെയുള്ള ടീച്ചർമാർ, ഞാനും വേറെ എൻ്റെ പ്രായത്തിലുള്ള ഒരു കൂട്ടുകാരനും ഉണ്ടായിരുന്നു. അവനും പാസ്സായിട്ടില്ലായിരുന്നു. ഞാൻ 2 പേരോടും പറഞ്ഞു, സ്റ്റാഫ് റൂമിൽ ഇരിക്കണ്ട, നിങ്ങൾ ക്ലാസ് എടുത്തു കഴിഞ്ഞ പീരീഡ് പോയിട്ട് എവിടെയെങ്കിലും പഠിക്കാൻ പറഞ്ഞു. ഞങ്ങൾ 2 പേരും നല്ല ഉഴപ്പന്മാരായതുകൊണ്ട് തന്നെ ഞങ്ങൾ കൂടി വന്നാൽ 1 മണിക്കൂറെങ്ങാനും ഒരു ദിവസം പഠിച്ചെങ്കിലായി. അങ്ങനെ 1.5 ആഴ്ച പോയി.
ആകെക്കൂടെ ഒരു 2-3 വീഡിയോ ആകെ കണ്ടു. അങ്ങനെ 2-3 വീഡിയോ കണ്ടു. സെറ്റ് എക്സാമായി. അന്നേരം ഞാൻ ഏത് എക്സാമിന് പോവുകയാണെങ്കിലും ആദ്യം തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് അമ്മയൊരു പ്രാർത്ഥന, എത്ര നീലമാതാവിയും വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി, അതിനുശേഷം എൻ്റെ നാക്കിലും കണ്ണിലും നെറ്റിയിലും ഒക്കെ ആയിട്ട് അമ്മ എണ്ണ വരച്ച് കുരിശ് വരയ്ക്കുമായിരുന്നു. ഒരു ഉപ്പും കൈ പിടിക്കുമായിരുന്നു. അങ്ങനെ ഉടമ്പടി തൈലം വെച്ച് എന്നെ കുരിശ് വരയ്ക്കുമായിരുന്നു. അങ്ങനെ ഞാൻ എക്സാം എഴുതാൻ വേണ്ടി പോവാണ്. ഞാൻ നല്ല കൂളായിട്ടാണ് പോകുന്നത്. എല്ലാ വർഷവും ടെൻഷൻ അടിച്ചാണ് പോകുന്നത്. ഈ പ്രാവശ്യം ആദ്യമായിട്ട് കൂളായിട്ട് പോകുന്നു. അവിടെ എത്തുന്നു, സ്കൂളിലെത്തുന്നു, ഉപ്പ് വിതരുന്നു, എക്സാം എഴുതുന്നു. എക്സാം എഴുതി കഴിഞ്ഞിട്ട് എനിക്കൊരു മനമാറ്റമൊന്നുമില്ല. ജയിച്ചെങ്കിൽ ജയിച്ചു, തോറ്റെങ്കിൽ തോറ്റു. ഈ 1.5 ആഴ്ച കൊണ്ട് ആകെ 3 വീഡിയോയും കണ്ടിട്ട് ഞാൻ പോയിട്ട് ഒന്നും നേടാൻ വേണ്ടി പോകുന്നില്ലെന്ന് എനിക്ക് നല്ല വ്യക്തമായിട്ടറിയാം. അങ്ങനെ ഇരിക്കെ ഞാൻ കഴിഞ്ഞ മാസം ഇവിടെ എൻ്റെ ഉടമ്പടി പുതുക്കാൻ വേണ്ടി വന്നു. ഉടമ്പടി പുതുക്കാൻ വേണ്ടി വന്നപ്പം ഞാൻ അതിനകത്തൊരു നിയോഗം എഴുതി വെച്ചാണ് എനിക്ക് ഈ പ്രാവശ്യത്തെ സെറ്റ് എക്സാം പാസ്സാകണം. അങ്ങനെ ഇരിക്കെ ഞാൻ സ്കൂളിലുള്ള എൻ്റെ ചെറുപ്പക്കാര അധ്യാപകർ, കുറച്ചും കൂടെ പ്രായം ചെന്നവർക്കൊക്കെ പാസ്സായവരുണ്ട്. അന്നേരം അവർ പറഞ്ഞു, ഈ 1.5 ആഴ്ച കൊണ്ട് പഠിച്ചിട്ട് നീ എന്നാ പാസ്സാകാനാ? ഞാൻ അപ്പോൾ ഈ ഇവിടെ കൃപാസനത്തിൽ വന്നതിൻ്റെ പിറ്റേ ദിവസം അവർ എന്നോട് ചോദിച്ച ചോദ്യമാണ്. ഞാൻ അവരോട് പറഞ്ഞ മറുപടി ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയതാണ്, അമ്മ മാതാവ് അനുഗ്രഹിച്ചാൽ ഈ പ്രാവശ്യത്തെ സെറ്റ് എക്സാം ഞാൻ പാസ്സാവും. അത് എന്ത് ധൈര്യത്തിലാണ് പറഞ്ഞത് എനിക്കിപ്പോഴും അറിയത്തില്ല. പക്ഷേ റിസൾട്ട് വന്നു. ഞാനിപ്പോൾ ഈ സാക്ഷ്യം പറയുന്നതിൻ്റെ ഈ എഴുതുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ വെറുതെ ChatGPTയിലും ജെമിനിയിലും ഒക്കെ, ഗൂഗിളിൻ്റെ ജെമിനിയിലും അടിച്ചു നോക്കി കേരളത്തിലെ പൊളിറ്റിക്കൽ സയൻസ് എഴുതിയിൽ എത്ര ശതമാനം ആൾക്കാരാണ് ജയിച്ചതെന്ന്. 100-ൽ വെറും 7.30% ആൾക്കാരാണ് കേരള സെറ്റ് പൊളിറ്റിക്കൽ സയൻസ് ജയിച്ചത്. അതിൽ 27 പേരിൽ ഒരു വ്യക്തി ഞാനാണ് എന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഇതിന് ശേഷം ഞാൻ എൻ്റെ സ്കൂളിലേക്ക് ചെന്നു. ഇതേ അധ്യാപകൻ എന്നോട് ചോദിച്ചു, നീ പഠിച്ചിട്ടല്ലേ എഴുതിയത്? നേരത്തെ പറഞ്ഞു ഈ 1.5 ആഴ്ച കൊണ്ട് അത്ഭുതം തീർക്കാൻ പറ്റത്തില്ലാത്തവരാണ് പറഞ്ഞത്, ഇപ്പം നീ പഠിച്ചുകൊണ്ടല്ലേ ജയിച്ചതെന്ന്. ഞാൻ എത്രത്തോളം പഠിച്ചെന്ന് എനിക്കറിയാം. ഈ 3 മണിക്കൂർ കൊണ്ടോ ഒരു 2 ആഴ്ച കൊണ്ട് 4 മണിക്കൂറോടെ പഠിച്ചുകൊണ്ട് ഈ സെറ്റിൻ്റെ ഒരു സിലബസ് പോലും കംപ്ലീറ്റ് ആക്കത്തില്ലെന്ന് എനിക്കറിയാം. അതേപോലെ തന്നെ ഞാൻ ഡിഗ്രി കഴിഞ്ഞ് നേരെ BEഡും കഴിഞ്ഞിട്ടാണ് ഞാൻ PGക്ക് പോകുന്നത്. അതിനകത്ത് തന്നെ എനിക്ക് PG 2 വർഷം ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് തന്നെ BEഡ് ഉള്ള ഇതായതുകൊണ്ട് തന്നെ എനിക്ക് പഠിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ എൻ്റെ 3ാം സെമസ്റ്റർ എനിക്ക് ഒരു വിഷയം ഭയങ്കര ബുദ്ധിമുട്ട്. ഞാൻ രാത്രി ഇരുന്നിട്ട് പപ്പനെ വിളിച്ചു. അവരൊക്കെ ഭക്ഷണം കഴിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും പൊട്ടു. എന്നെ സംബന്ധിച്ചിടത്തോളം പൊട്ടു എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. അന്നേരം പപ്പനെ വിളിച്ചു. അപ്പോൾ ഈ വിഷയം ഞാൻ എന്തായാലും പൊട്ടും. ഞാൻ ഭയങ്കര കരഞ്ഞിട്ട്, ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ കരഞ്ഞിട്ടൊക്കെ വിളിക്കുന്നത്. ടെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ കരഞ്ഞിട്ടൊന്നും വിളിക്കത്തില്ല. പിന്നെ ഞാൻ വീട്ടിലറിയുന്നത് അപ്പനെ എൻ്റെ ഈ കരച്ചിലൊക്കെ കാരണം അപ്പോൾ ആ ദിവസം ഭക്ഷണം പോലും കഴിച്ചില്ല. പക്ഷേ ഞാൻ കരയാൻ കാരണം എന്ന് വെച്ചാൽ അതുവരെയുള്ള ഞാൻ മുമ്പിൽ നടന്ന ചോദ്യപേപ്പറൊക്കെ എടുത്ത് നോക്കി. എനിക്കറിയാവുന്ന എത്ര ചോദ്യങ്ങളൊക്കെ ഉണ്ടെന്ന്. എൻ്റെ മുമ്പേ നടന്ന പരീക്ഷയിൽ എനിക്ക് ആകെ ആ ചോദ്യപേപ്പറിൽ അറിയാവുന്ന 3 ചോദ്യങ്ങളായിരുന്നു. ആ 3 ചോദ്യങ്ങൾ അന്നേരം ഈ പ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് എന്തായാലും പൊട്ടുമായിരിക്കും. ഓക്കെ, അങ്ങനെ ഇരിക്കെ എൻ്റെ പരീക്ഷ ഞാൻ എഴുതി. ഇതുവരെ വന്നതിൽ വെച്ച് ഏറ്റവും എളുപ്പമുള്ള ചോദ്യമായിരുന്നു ആ ചോദ്യപേപ്പറിൽ വന്നത്. ആ വിഷയത്തിന് ഞാൻ A+ഓടെയാണ് പാസ്സായത്. അതേപോലെ തന്നെ എൻ്റെ PGയിൽ മറ്റൊരു അനുഭവം ഉണ്ടായിരുന്നു. ഞാൻ ഓരോ വട്ടം പരീക്ഷ എഴുതുമ്പോൾ എനിക്ക് പ്രത്യേകതയുണ്ട്. ഞാൻ അമ്മ മാതാവിൻ്റെ കാശ് രൂപ എപ്പോഴും കൈ പിടിക്കും. അതേപോലെ തന്നെ എൻ്റെ കയ്യിൽ ബെനഡിക്റ്റ് കുരിശും ഉണ്ടാവും. ഇത് രണ്ടും ഞാൻ ഒറ്റ കയ്യിൽ വെക്കും, പേന നടുക്കും വെക്കും. ഇങ്ങനെ ഞാൻ എഴുതുന്നത് കാണുന്നവർക്ക് ചിലർക്ക് കോമഡിയാണ്, പക്ഷേ ഇതാണ് സത്യം. അതേപോലെ തന്നെ ഒരു ചെറിയ കുരിശുണ്ടാവും. ആ കുരിശ് എപ്പോഴും എൻ്റെ ചെറുപ്പം തൊട്ട് തന്നെ ചെയ്തു. എൻ്റെ അമ്മ എപ്പോഴും എനിക്ക് എവിടെയെങ്കിലും ഒരു എക്സാമിന് പോകുമ്പോഴോ ഒരു മത്സരത്തിന് പോകുമ്പോഴോ എപ്പോഴും എന്നെ കുത്തിത്തരും. അതാരും കാണത്തില്ല. അങ്ങനെ എൻ്റെ കയ്യിലൊരു കാശ് രൂപമുണ്ട്, ഒരു ബെൻറ്റി കുരിശ്. രണ്ടും ഞാൻ ഈ ഒറ്റ റൈറ്റ് ഹാൻഡിൽ പിടിക്കും. പേന ഇങ്ങനെ കഷ്ടിച്ച് പിടിച്ചിട്ട് എഴുതുന്നത്. അങ്ങനെ ഇരിക്കെ ഞാൻ ഏത് സെമസ്റ്ററിൽ എനിക്ക് ഓർമ്മയില്ല, ഞാനൊരു ചോദ്യപേപ്പർ നോക്കിയപ്പോൾ എനിക്ക് അതിലാകെ 1-2 ചോദ്യമേ അറിയത്തുള്ളൂ. ഞാനത് പഠിച്ചിട്ട് പോയ പരീക്ഷയാണ്, പക്ഷേ എനിക്ക് 1-2 ചോദ്യമേ അറിയത്തുള്ളൂ. അങ്ങനെ ഞാൻ അങ്ങ് കാശ് രൂപമൊക്കെ മുറുക്കെ പിടിച്ചിട്ട് മാതാവേ അല്ലെങ്കിൽ കൃപാസന മാതാവേ അല്ലെങ്കിൽ ഈശോ മറിയ ഔസേപ്പേ ഇങ്ങനെ ഓരോന്നോരോന്ന് മാറി ചെല്ലാൻ വേണ്ടി തുടങ്ങി. ചെല്ലിയിട്ട് ഞാൻ അറിയാവുന്ന ആകെ കിട്ടി 2 ചോദ്യം ഉണ്ടല്ലോ, ഒരെണ്ണം എഴുതി. കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും എനിക്ക് ഓരോ ചോദ്യമൊക്കെ
ഞാൻ ഈ നേരത്തെ കണ്ട ചോദ്യമല്ല, വേറെ ഏതൊക്കെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. അതിൻ്റെ എന്താണെന്ന് എനിക്കും മനസ്സിലായില്ല. അങ്ങനെ എനിക്ക് ആ പരീക്ഷയ്ക്കും നല്ല മാർക്കോട് ജയിച്ചു. അങ്ങനെ PG ഞാൻ ഓവറോൾ ഡിസ്റ്റിങ്ഷനോടെയാണ്, A+ ഡിസ്റ്റിങ്ഷനോടെയാണ് ഞാൻ ജയിച്ചത്. അതേപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ്, എൻ്റെ സെറ്റിൻ്റെ ഫൈനൽ ആൻസർ കീ വന്നു. ഞാൻ നോക്കി, എനിക്ക് 2 മാർക്കിൻ്റെ കുറവാണ്. ഫൈനൽ ആൻസർ കീ നോക്കി 2 മാർക്കിൻ്റെ കുറവ്. ആദ്യമായിട്ട് ഇത്രയെങ്കിലും എത്തുന്നത്. അന്നേരം 2 മാർക്കിന് കുറവാണ്. ഞാനപ്പോൾ എൻ്റെ സിസ്റ്റർ ആൻറ്റീനൊക്കെ വിളിച്ചു. സിസ്റ്റർ ആൻറ്റി പറഞ്ഞു, ഈ സമയത്താണ് നീ കൂടുതൽ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ 2 മാർക്കിൻ്റെ കുറവ്. ഞാനങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഞാൻ പിള്ളേരെ കൊണ്ട് സബ് ജില്ലയിൽ പോയേക്കുവായിരുന്നു സ്പോർട്സിന്. സ്പോർട്സൊക്കെ കഴിഞ്ഞ് എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയപ്പോൾ അവൻ്റെ റിസൾട്ട് വന്നിടാന്ന് പറഞ്ഞു. റിസൾട്ട് വന്ന് നോക്കിയപ്പം എനിക്ക് 2 മാർക്കിന് കുറവല്ലേ. റിസൾട്ട് വന്നപ്പം ജയിക്കേണ്ട മാർക്കിനേക്കാൾ 2 മാർക്ക് എനിക്ക് കൂടുതലാണ്. ഞാൻ തോക്കുമെന്ന് വിചാരിച്ച് 2 മാർക്കിന് തോക്കുമെന്ന് വിചാരിച്ച് എനിക്ക് ജയിക്കേണ്ട മാർക്കിനേക്കാൾ 2 മാർക്ക് കൂടുതലായി വന്നു. ഇതേപോലെ തന്നെയാണ് എൻ്റെ കേട്ടറ്റും സംഭവിച്ചത്. ഇത് ഞാൻ ഫൈനൽ ആൻസർ കീ നോക്കിയിട്ട് എനിക്ക് തെളിവാണ്. അതിനാൽ തന്നെ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ അടക്കം ഞാൻ എടുത്തിട്ടാണ് വന്നത്. 2 ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ എടുത്തിട്ട് വന്നു. ഇതേപോലെ തന്നെ എൻ്റെ BEd എഴുതിയപ്പോഴും എനിക്ക് 2 or 3 മാർക്ക് എനിക്ക് ബാക്കാണ്. റിസൾട്ട് വന്നപ്പം 90 ജയിക്കേണ്ട അടുത്ത് എനിക്ക് 96 ഉണ്ട്. ഇത് എൻ്റെ കഴിവ് കൊണ്ടോ എൻ്റെ മേന്മ കൊണ്ടോ അല്ല. ഞാൻ പറഞ്ഞു, ഈ ഒരാഴ്ച കൊണ്ടോ 1.5 ആഴ്ച കൊണ്ടോ സെറ്റ് പോലും പാസ്സാകാനുള്ള യോഗ്യത എനിക്കില്ല. പിന്നെ ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുന്നത്, എൻ്റെ ആദ്യത്തെ 2 മാസത്തെ സാലറി ഞാൻ എൻ്റെ പാപ്പൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ പേഴ്സണലായിട്ട്, എൻ്റെ അപ്പനും അമ്മയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയത്തുള്ളൂ. 2 മാസത്തെ സാലറി എൻ്റെ അച്ഛനായ പാപ്പൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട്. അത് ആർക്കെങ്കിലും അനുയോജ്യമായിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് കൊടുത്തത്. അതേപോലെ തന്നെ ഞാനൊരു ഉടമ്പടിയുടെ കുറച്ച് നാളൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തും ഞാൻ വീട്ടിലങ്ങനെ പുറത്തിങ്ങനെ കാറ്ററിംഗ് വർക്ക് അങ്ങനെയൊന്നും വിടത്തില്ല. അങ്ങനൊരു സിസ്റ്റമാണ്. അങ്ങനെ ഇരിക്കെ അവിടെ എൻ്റെ കോളേജിൽ, ഞാനിവിടെ വടകരയിലാണ് പഠിച്ചത്. വടകര ഗവൺമെൻറ് കോളേജ് മടപ്പള്ളിയിലാണ്. അവിടെ തൊട്ടടുത്ത് ഈ പൂരം വരും. പൂരത്തിന് അങ്ങനെ ഞാൻ അപ്പനോട് ചോദിച്ചു, അപ്പോൾ കൂട്ടുകാരെല്ലാം പോകുന്നുണ്ട്. അവിടെ ഓരോ പണി എടുക്കാൻ വേണ്ടി കൗണ്ടറിൽ ഇരിക്കൽ അങ്ങനെയൊക്കെ. ഞാനും പൊക്കോട്ടെ, അങ്ങനെ വിടത്തില്ല. അപ്പൻ എന്നെ അറിയത്തില്ല, പൊക്കോന്ന് പറഞ്ഞു. അങ്ങനെ 2-3 ദിവസം ഞാൻ അവിടെ പണിയെടുത്തു. എനിക്ക് കിട്ടിയത് പൈസയുടെ, എനിക്ക് 500 രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ 250 രൂപ ഞാൻ എന്ത് ചെയ്തു, പാവപ്പെട്ടവർക്കായി ഞാനത് മാറ്റിവെച്ചു. ബാക്കി പൈസ ഞാൻ ഫുഡ് കഴിക്കുകയൊക്കെ ചെയ്തു. ബാക്കി പൈസ അത് പാവപ്പെട്ടവർക്കായി ഞാൻ മാറ്റിവെക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഓരോ എക്സാം ഞാൻ പാസ്സാകുമ്പോഴും അല്ലെങ്കിൽ അല്ലാത്ത രീതിയിലുമായിട്ടും ഓരോ കാരുണ്യ പ്രവർത്തികൾ ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റം ഒന്ന് എടുത്തു പറയേണ്ടത് വെച്ചാൽ, എൻ്റെ ഈ പ്രായത്തിൽ എനിക്കൊരു 25 വയസ്സാണ് ആയത്. എൻ്റെ പ്രായത്തിലുള്ള മിക്ക കുട്ടികളും എൻ്റെ നാട്ടിലെ കണ്ടുപടുന്ന പല ദുശീലങ്ങളും ഉണ്ട്. പക്ഷേ മാതാവ് എന്തൊക്കെയോ എന്നെ സംരക്ഷിച്ചു പോകുന്നതാണ്. കാര്യം എൻ്റെ നാട്ടിൽ 10ാം ക്ലാസ്സോ അല്ലെങ്കിൽ +1 കഴിഞ്ഞ കുട്ടികൾ വരെ പലരും പല സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, പല ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ഇവരുടെ എല്ലാം കൂട്ടത്തിൽ നടക്കുകയും ചെയ്യും. എന്നാൽ ഒരു പ്രശ്നത്തിനോ ഒരു ലഹരി വസ്തുക്കളോ അല്ലെങ്കിൽ ഒരു കാര്യത്തിന് ഞാനങ്ങനെ പോകത്തുമില്ല. അതിന് മാതാവ് എന്നെ അനുവദിച്ചിട്ടുമില്ല. ഞാൻ രാവിലെ കൃപാസന പ്രാർത്ഥന മുടക്കാറുമില്ല. 5:30 എഴുന്നേറ്റിട്ടാണ് ആക്കുന്നത്. പിന്നെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ, നമുക്ക് എപ്പോഴും വിചാരിക്കും ചിലയിടത്ത് നമ്മൾ യാത്ര പോവുക, എനിക്കിത് ചെല്ലാൻ വേണ്ടി പറ്റത്തില്ല. പക്ഷെ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്കൊരു സാഹചര്യം ദൈവം ഉണ്ടാക്കി തരും. ഉദാഹരണമായിട്ട് ഞാൻ ഈയിടെ ഒരു ടൂറിന് പോയി, 2 ദിവസത്തെ ടൂറ്. ഇങ്ങനെ ഈ കൃപാസനത്തിൽ പോയവരാരും തന്നെ ഇല്ല. പോയവരുണ്ട്, പക്ഷേ അത് തുടർന്ന് പോകുന്നവരാരും ഇല്ല. ചിലവർ വിശ്വാസം ഇല്ലാത്തവന് കുറേ പേര്, കാര്യം അവർക്ക് അറിയത്തില്ല ഇതിനെക്കുറിച്ച്. അങ്ങനെ ഇരിക്കെ എനിക്കിത് പ്രാർത്ഥന എല്ലാം അവസരമില്ല. ഞാൻ അന്നേരം ചെയ്ത ഒരു പോംവഴി എന്ന് വെച്ചാൽ, എനിക്ക് അപ്പം മാതാവ് തോന്നിച്ചതാണ്. വീട്ടിലേക്ക് വിളിച്ചു, നിങ്ങൾ കുരിശ് വരയ്ക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് സ്പീക്കറിലിട്. ഞാനതിന്ന് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്തു. ഹെഡ്സെറ്റ് ഇരുന്ന് എന്ത് ചെയ്തോ, ഇവർ യാത്ര പോകുമ്പോൾ ഇവരുടെ വിചാരം ഞാൻ പാട്ട് കേൾക്കുവാന്നാണ്. ഞാനിരുന്ന് വീട്ടിലെ ജപമാല കേട്ടോണ്ടിരിക്കുവാണ്. ഓക്കെ, അങ്ങനെ ഇരിക്കുക ഒരു ദിവസം എനിക്ക് കൃപാസന പ്രാർത്ഥനയും ചെല്ലാൻ വേണ്ടി അവസരം പറ്റത്തില്ലാത്തൊരു അവസരം വന്നു ചേർന്നു. ഇതേപോലെ യാത്ര കയറുന്നപ്പോൾ അപ്പോഴും ഞാൻ പറഞ്ഞു വെച്ചാൽ, ജപമാല ചെല്ലുക അപ്പയും അമ്മയും, എന്നിട്ട് ആ കൃപാസന പ്രാർത്ഥനയും കൂടി ഒന്ന് ചെല്ലുക. ഞാൻ ഇവിടെ നിന്ന് ഹെഡ്സെറ്റ് കേൾക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ചോളം അത് തെറ്റാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചോളം എനിക്ക് വേറൊരു പോംവഴിയില്ല. അപ്പം മാതാവ് എനിക്ക് തോന്നിച്ചതാണ് ഒരു കാര്യം, എന്താണ്, അങ്ങനെ ആ അവസരത്തിലും നിനക്ക് ഞാനത് മുടക്കിയില്ല. അവരിലൂടെയാണെങ്കിലും എനിക്കിത് കാണാൻ വേണ്ടി സാധിച്ചു.
ഞാൻ ഏറെ സന്തോഷവാനാണ്. എനിക്കൊരു ഇപ്പോൾ ഞാൻ പോകുന്ന വെച്ചാൽ നമ്മൾ ഒന്നും പേടിയില്ല, അതാണ് സത്യം. മാതാവിന് ഉടമ്പടി കൊടുത്തോ, നമ്മൾ നല്ല രീതിയിൽ ജീവിച്ചോ, ധൈര്യമായിട്ട് പോവുക, വേറെ ആരെയും പേടിക്കേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം ഞാൻ ജീവിതത്തിൽ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ, നമ്മളൊന്ന് പ്രെഡിക്റ്റ് ചെയ്യും, പക്ഷേ അതിനേക്കാൾ എത്രയോ നല്ലത് മാതാവ് നമുക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കും. ഞാൻ ഹൈസ്കൂളിൽ കയറിയപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഇവിടത്തോടെ തീർന്നു, ഞാൻ ഇവിടെ തന്നെ അപ്പണ്ട് ചോദിച്ചു പെർമനൻ്റ് ആയാലോ, ഒരു സ്കൂൾ പോലും ഇപ്പോൾ പെർമനൻ്റ് കിട്ടാനില്ല, ഇവിടെ ആയാലോ. എന്നോട് അവരും പറഞ്ഞു നീ നിൽക്കടാന്ന് പറഞ്ഞു. ഓക്കെ, അന്നേരം പക്ഷെ വീട്ടുകാർക്ക് ആർക്കും ഇഷ്ടമില്ല. ഞാൻ വിചാരിച്ചില്ല ഹയർ സെക്കൻഡറിയിൽ ഒരിക്കലും താൽക്കാലികമായിട്ട് കിട്ടത്തില്ലെന്ന് വിചാരിച്ചു. ഞാൻ വിചാരിക്കാത്ത സമയത്താണ് എനിക്ക് ഹയർ സെക്കൻഡറിയിലേക്ക് ഒരു വിളി കിട്ടുന്നത്. എൻ്റെ അപ്പൻ്റെയും അമ്മേൻ്റെയും പ്രാർത്ഥനയും ഞാനിവിടുന്ന് 1 മാസം മുമ്പാണ് ആ ഉടമ്പടിയിൽ വെച്ചത്. അതെനിക്ക് സാധിച്ചു കിട്ടുകയും ചെയ്തു. യേശുവേ നന്ദി, മാതാവേ നന്ദി.